ഈ വീഡിയോടൊപ്പം ഞാൻ 4-5 ചിത്രങ്ങൾ ഇടുന്നുണ്ട്. അപമാനമാണ് ആ ചിത്രങ്ങൾ. തല കുനിഞ്ഞു പോകണം മലയാളിയുടെ. കടലെടുക്കുന്ന ഒന്നും കടലിലേക്ക് പോകുന്ന ഒന്നും കടലെടുത്ത് പോകാറില്ല, കരയിലേക്ക് തരും എന്നാണല്ലോ പ്രമാണം, കടലിൻ്റെ തിയറി. കടലമ്മ ഒന്നും കൊണ്ടുപോകാറില്ല, എല്ലാം കരയിലോട്ട് തന്നെ തരും. നമ്മൾ ഒരിടത്തോട്ട് ഇട്ടാൽ വേറെ സ്ഥലത്ത് കൊണ്ട് അടിയിക്കും. ആളുകളെ പോലും അങ്ങനെയാണ്. ഡെഡ് ബോഡി നമുക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടൽ തീരത്തില്ല, അല്ലെങ്കിൽ മത്സ്യങ്ങൾ തിന്നണം. തിന്നില്ല കഴിച്ചില്ലെങ്കിൽ കരയിൽ ഏതെങ്കിലും കരയിൽ അത് അടിക്കും. ഒരിക്കലും കടൽ എടുത്തുകൊണ്ട് പോകില്ല, കടലൊന്നും എടുത്തുകൊണ്ട് പോകില്ല എന്നാണ് പറയുന്നത്. അതുപോലെയാണ് നദികൾ, വെള്ളമൊന്നും എടുത്തുകൊണ്ട് പോകില്ല, വെള്ളം മാത്രമേ പോവുള്ളൂ. നോക്കൂ, കഴിഞ്ഞ ദിവസം റാന്നിയിലും പാലായിലും ഈരാറ്റുപേട്ടയിലും ആറന്മുളയിലും ഒക്കെ വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കും ടൺ കണക്കിന് ഖരമാലിന്യങ്ങളുമാണ് കരയിൽ കിടന്നത്, ആ റോഡിൽ കിടന്നത്. അവിടുത്തെ ബഹുമാനപ്പെട്ട MLA ശ്രീ പഴകുളം മധു വരെ ഇറങ്ങി വൃത്തിയാക്കേണ്ടി വന്നു. അത് കണ്ട് ആളുകളെല്ലാം ഇറങ്ങി കൂടിപ്പോയി അതെല്ലാം വൃത്തിയാക്കി നഗരം. എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇനി എന്തെല്ലാം രോഗങ്ങളാണ് വരാനിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും ഒക്കെ. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? നമ്മൾ മാലിന്യം തിന്ന് ജീവിക്കുന്നവരാണോ? എന്തൊരു ഗതികേടാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സ് ഉപയോഗിക്കും. റീസൈക്കിൾ ചെയ്യാനുള്ള ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കൂല. 100 രൂപ അവർക്ക് കൊടുക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് 50 രൂപ കൊടുക്കണമെന്നുള്ളത് നമ്മൾ കൊടുക്കൂല. റോഡിൽ കൊണ്ട് വലിച്ചെറിയും, പുഴകളിൽ വലിച്ചെറിയും, തോടുകളിൽ വലിച്ചെറിയും. ഖരദ്രവ മാലിന്യങ്ങൾ വീട്ടിൽ സംസ്കരിക്കാനുള്ളത് വീട്ടിൽ സംസ്കരിക്കൂല, നാട്ടിൽ സംസ്കരിക്കാനുള്ളത് നാട്ടിൽ സംസ്കരിക്കൂല. ഒരു ഫാക്ടറി വരാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മൾ അവിടെയെല്ലാം തടസ്സം ഉണ്ടാക്കും. ഭരണപക്ഷം തടസ്സം ഉണ്ടാക്കിയില്ലേ പ്രതിപക്ഷം തടസ്സം ഉണ്ടാക്കി. ഇന്നത്തെ പ്രതിപക്ഷം നാളത്തെ ഭരണപക്ഷം, ഇന്നലത്തെ ഭരണപക്ഷം പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം, എല്ലാ തടസ്സവും ഉണ്ടാക്കും. നമ്മൾ ഒരു കാരണവശാലും വരാൻ സമ്മതിക്കത്തില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറയ്ക്കത്തില്ല. ബദൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ആരും ഉണ്ടാക്കത്തുമില്ല. പേപ്പർ ബാഗ് ഉണ്ടാക്കുക, തടിയിലുള്ള സംവിധാനങ്ങൾ ആലോചിക്കുക, ജൂട്ടിൽ ആലോചിക്കുക, വാഴനാരിൽ ആലോചിക്കുക, വാഴ ഇലയിൽ ആലോചിക്കുക, കവുങ്ങിൽ ആലോചിക്കുക, വാളയിൽ ആലോചിക്കുക, 100 കണക്കിന് സമയം. തെങ്ങിൻ്റെ ഓലയിൽ ആലോചിക്കുക. തെങ്ങോല ഉണ്ടാക്കാൻ നല്ല രസകരമായ ബാഗ് ഉണ്ടാക്കാന്നേ, സാധനമാക്കാനൊക്കെ. ഒന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മളിങ്ങനെ ഇരിക്കും, മിടുക്കന്മാരാണ്, നല്ല മിടുക്കന്മാരാണ്. 1 ലക്ഷം 1.5 ലക്ഷം കോടി രൂപയാണ് വിദേശത്ത് നിന്ന് വരുന്നത്. അതുമൊക്കെ ഇവിടെ കിടന്ന് കറങ്ങി നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലിയും ചെയ്തു തന്ന് നമ്മൾ മിടുക്കരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തെക്ക് വടക്ക് നടക്കും. മാലിന്യം മുഴുവൻ നമ്മൾ റോഡിൽ വലിച്ചെറിയും, അല്ലെങ്കിൽ പുഴയെ വലിച്ചെറിയും. ഇതാ കണ്ടല്ലോ, ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണൂ, മുഴുവൻ മാലിന്യമാണ് റോഡിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം റോഡിലോ അല്ലെങ്കിൽ പുഴയുടെ സൈഡിലോ അതിങ്ങനെ കയറ്റിയിട്ടിട്ട് വെള്ളം മാത്രമേ ഒഴുകി പോയിട്ടുള്ളൂ. എന്തൊരു രസകരമാണെന്നറിയാമോ കാര്യങ്ങൾ. അത് തന്നെത്താനെ തന്നെ പുഴയുടെ ഒരു സൈഡ് ലീവേഡ് സൈഡ് എന്ന് പറയും, മറ്റേ ഇൻവേഡ് സൈഡ്, അകത്തോട്ടുള്ള സൈഡിലോട്ടോടെ വെള്ളം ഒഴുകും. ലീവേഡ് സൈഡിലേക്ക് ഇതെല്ലാം കൂടെ ഇങ്ങനെ അടിയിച്ച് കുന്നുപോലെ കിടത്തിയിട്ടുണ്ടത് നമുക്ക് കാണാം, നമ്മുടെ വീഡിയോയിൽ കാണാം. വളരെ സങ്കടകരമാണ്, ദുഃഖകരമാണ്. മാലിന്യ സംസ്കരണത്തിന് ഒരു ചതുർമുഖ സംവിധാനം ആവശ്യമുണ്ട്, ചതുർതലത്തിലുള്ള സംവിധാനം. ഒന്ന്, വ്യക്തികൾക്ക് വീട്ടിൽ ചെയ്യാനുള്ളത് വീടുകളിൽ ചെയ്യണം. അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ ചെയ്യാനുള്ള ഗ്രാമങ്ങളിൽ ചെയ്യണം, നഗരങ്ങളിൽ ചെയ്യാനുള്ള നഗരങ്ങളിൽ ചെയ്യണം. ഓരോ സ്ഥലങ്ങളും ചെയ്യാനുള്ളത് ഓരോ സ്ഥലത്ത് നടക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. വലിയ പ്ലാന്റുകൾ വരേണ്ടതുണ്ട്, മീഡിയം പ്ലാന്റുകൾ വരേണ്ടതുണ്ട്, സ്മാൾ പ്ലാന്റുകൾ വരേണ്ടതുണ്ട്. വളരെ വലിയ തോതിൽ ഇതെല്ലാം വന്നുകൊണ്ടല്ലാതെ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. മാലിന്യം തിന്ന് ജീവിക്കുന്ന, മാലിന്യത്തിലൂടെ പ്രളയം കൂട്ടുന്ന ഒരു ജനതയായി നമ്മൾ മാറരുത്. അടിയന്തരമായി വെയിൽ വരുമ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ ജലസ്രോതസ്സുകളും, മുഴുവൻ പുരയിടങ്ങളും, പറമ്പുകളും, റോഡുമെല്ലാം മനോഹരമായി നമുക്ക് വൃത്തിയാക്കാൻ കഴിഞ്ഞാൽ പ്രളയത്തെ പകുതി പ്രതിരോധിക്കാം.